നമ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനി. നമസ്തേ സാരസ്വതേ ദേവി ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികി. അധ്യായം 86. വേദമൂർത്തികളുടെ പ്രാർത്ഥന. പേജ് നമ്പർ 862. വൈദിക ഗായകർ അഥവാ വേദമൂർത്തികൾ ഇങ്ങനെ പാടുന്നു: അജയ്യനായ അങ്ങ് പരമപുരുഷനാണ്. അങ്ങേക്കു തുല്യനോ അങ്ങയേക്കാൾ വലിയവനോ ആയി ആരുമില്ല. പ്രവർത്തനങ്ങളിൽ അങ്ങയേക്കാൾ വാഴ്ത്തപ്പെട്ടവനായും ആരുമില്ല. അങ്ങയുടെ തിരുനാമം വാഴ്ത്തപ്പെടട്ടെ. സ്വന്തം അതീന്ദ്രിയമായ സ്വഭാവം വഴി അങ്ങേക്ക് 6 ഐശ്വര്യങ്ങളുണ്ട്. ആ സ്ഥിതിക്ക് ബദ്ധാത്മാക്കളെ മായയുടെ പിടിയിൽ നിന്ന് മോചിപ്പിക്കാൻ അവിടേക്കു കഴിയും. ദയവായി അപ്രകാരം ചെയ്യാൻ അങ്ങയോട് ഞങ്ങൾ വ്യഗ്രതയോടെ അപേക്ഷിക്കുന്നു. അവിടുത്തെ അവിഭാജ്യ ഘടകങ്ങളാകയാൽ സ്വാഭാവികമായും സകല ജീവാത്മാക്കളും ഉല്ലാസഭരിതരും നിത്യരും ആണ്. എന്നാൽ സ്വന്തം തെറ്റുകൾ മൂലം അവർ പരമഭോക്താക്കളാകാൻ വേണ്ടി അങ്ങയെ അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. ഇപ്രകാരം അവിടുത്തെ അധീശത്വത്തെ ധിക്കരിച്ച് അപരാധികളായി തീരുന്നു. അവരുടെ അപരാധത്തിൻ്റെ ഫലമായി അവിടുത്തെ ഭൗതിക ശക്തി അവരുടെ ചുമതല ഏറ്റെടുത്തിരിക്കുന്നു. അങ്ങനെ അവരുടെ ആനന്ദം, ഉല്ലാസം, ജ്ഞാനം എന്നീ അതീന്ദ്രിയ ഗുണങ്ങളെല്ലാം ത്രിഗുണങ്ങളുടെ മേഘമാലകളാൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ത്രിഗുണങ്ങളാൽ നിർമ്മിതമായ ഈ പ്രപഞ്ച പ്രത്യക്ഷം ബദ്ധാത്മാക്കൾക്കു തടവറ പോലെയാണ്. ഭൗതിക ബന്ധനത്തിൽ നിന്നു രക്ഷ നേടാൻ അവർ കൈകാലിട്ടടിക്കുകയാണ്. അവരുടെ വൈവിധ്യമാർന്ന ജീവിതാവസ്ഥയ്ക്കനുസരണമായി വിവിധ തരം വ്യാപാരങ്ങളും അവർക്കു നൽകിയിരിക്കുന്നു. എന്നാൽ എല്ലാ വ്യാപാരങ്ങളും അവിടുത്തെ ജ്ഞാനത്തെ ആശ്രയിച്ചാണു നിൽക്കുന്നത്. അവിടുത്തെ കാരുണ്യത്തിൽ നിന്നു പ്രചോദനം ഉൾക്കൊണ്ടിട്ട് മാത്രമാണ് ധാർമ്മിക വൃത്തികൾ നിർവഹിക്കപ്പെടുന്നത്. അതിനാൽ അവിടുത്തെ പാദപത്മങ്ങളിൽ അഭയം പ്രാപിക്കാതെ ഭൗതിക ശക്തിയെ ഉല്ലംഘിക്കാനാവില്ല. വാസ്തവത്തിൽ വേദജ്ഞാനം രൂപം ധരിച്ചിരിക്കുന്നു. ഞങ്ങൾ അങ്ങയെ മനസ്സിലാക്കുന്ന കാര്യത്തിൽ ബദ്ധാത്മാക്കളെ സഹായിക്കാനായി സദാ അവിടുത്തെ സേവനത്തിൽ വ്യാപൃതരാണ്. ബദ്ധാത്മാക്കൾക്ക് കൃഷ്ണനെ മനസ്സിലാക്കുവാനാണ് വേദങ്ങൾ ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതെന്നു വിശദീകരിക്കുന്നതാണു വേദമൂർത്തികളുടെ ഈ പ്രാർത്ഥന. ശ്രുതികൾ, അതായതു വേദങ്ങൾ, ജയ ജയ ഗാനം പാടി വീണ്ടും വീണ്ടും ഭഗവാനെ പ്രകീർത്തിക്കുകയാണ്.
ഭഗവാനെ പ്രകീർത്തിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കീർത്തികളെ ചൊല്ലിയാണെന്ന് ഇത് അർത്ഥമാക്കുന്നു. മായയുടെ പിടിയിൽ നിന്നു ബദ്ധാത്മാക്കളെ വീണ്ടെടുക്കുന്നതിൽ അവരുടെ മേൽ അദ്ദേഹം പൊഴിക്കുന്ന അഹേതുകമായ കാരുണ്യമാണ് അവിടുത്തെ സമസ്ത മഹിമകളിലും വച്ച് സർവശ്രേഷ്ഠം. വിവിധ ശരീരങ്ങളോട് കൂടിയ ചരാചരാത്മകമായ എണ്ണമറ്റ ജീവാത്മാക്കളുണ്ട്. പരമപുരുഷനുമായുള്ള തങ്ങളുടെ ബന്ധം മറന്നുപോയി എന്ന ഒരേ ഒരു തെറ്റാണ് ജീവാത്മാക്കളുടെ ഈ ബദ്ധജീവിതത്തിനു കാരണം. കൃഷ്ണന്റെ പദവിയെ അനുകരിച്ച് ജീവാത്മാവ് ഭൗതിക പ്രകൃതിയോടു സ്വേച്ഛാധിപത്യവും ഗർവും നിറഞ്ഞ രീതിയിൽ പെരുമാറാൻ തുടങ്ങിയതോടെ അവൻ ഭൗതിക പ്രകൃതിയുടെ പിടിയിൽ പെട്ടുപോയി. ഒപ്പം അവൻ്റെ ഇഷ്ടമനുസരിച്ചുള്ള 84 ലക്ഷം വിവിധ ശരീരങ്ങൾ അവന് കൈവരികയും ചെയ്തു. ഐഹിക ജീവിതത്തിൻ്റെ ആധിത്രയത്തിനു വിധേയനായിട്ടും താൻ കാണുന്നതിൻ്റെയൊക്കെ അധീശൻ താൻ തന്നെയാണെന്ന് മായയ്ക്കു കീഴ്പ്പെട്ടുപോയ ജീവാത്മാവു കരുതുന്നു. ത്രിഗുണങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ഭൗതിക ശക്തിയുടെ വശ്യതയ്ക്കു വശംവദനായി സർവേശ്വരൻ്റെ കാരുണ്യമില്ലാതെ സ്വതന്ത്രനാവാൻ വയ്യാത്ത വിധം ജീവാത്മാവു കുടുക്കിൽപ്പെട്ടുപോയി. സ്വന്തം പരിശ്രമം കൊണ്ട് മാത്രം പ്രകൃതിയുടെ ഭൗതിക ഗുണങ്ങളുടെ സ്വാധീനതയെ കീഴടക്കാൻ ജീവാത്മാവിനു സാധ്യമല്ല. എന്നാൽ ഭൗതിക പ്രകൃതി പ്രവർത്തിക്കുന്നതു സർവേശ്വരൻ്റെ നിയന്ത്രണത്തിലാകയാൽ ഭൗതിക പ്രകൃതിയുടെ അധികാര പരിധിക്കപ്പുറത്താണു ഭഗവാൻ. അവനൊഴികെ ബ്രഹ്മാവു മുതൽ എറുമ്പ് വരെയുള്ള സകല ജീവാത്മാക്കളെയും ഭൗതിക പ്രകൃതിയുമായുള്ള സമ്പർക്കം കീഴടക്കി കളയുന്നു. ഹരേ കൃഷ്ണ.